ഇവരാണ് രമേശിന്റെ മുഖ്യമന്ത്രി കസേര തെറിപ്പിച്ചത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് ആദ്യം തീരുമാനിച്ച ഒരേ ഒരു പേര് രമേശ് ചെന്നിത്തലയുടേതായിരുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം സോണിയാഗാന്ധിയുടെയും രാഹുലിന്റെയും KC വേണുഗോപാലിന്റെയും സാന്നിധ്യത്തിൽ എടുക്കുകയും ചെയ്തിരുന്നു. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായാൽ തങ്ങളുടെ ബിസിനസിനെ അത് സാരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ കേരളത്തിലെ ക്രിസ്തീയ പണമിടപാട് സ്ഥാപനങ്ങളുടെയും പ്രമുഖ സഭകളുടെയും ഉന്നത സ്വാധീനമാണ് രമേശിന്റെ മുഖ്യമന്ത്രി കസേര തട്ടിത്തെറിപ്പിച്ച് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന ഓപ്പറേഷൻ കുബേരയിലൂടെ വട്ടിപ്പലിശക്കാരും കൊട്ടപ്പലിശക്കാരും കൊള്ളപ്പലിശക്കാരുമായ പണമിടപാട് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നഷ്ടമായത് ആയിരക്കണക്കിന് കോടി രൂപയുടെ സമ്പത്താണ്. കിടപ്പാടവും ഭൂമിയും തീരെഴുതി വാങ്ങി കൊള്ളപ്പലിശയ്ക്ക് പണം കടമായി നൽകിയ ശേഷം തുക തിരിച്ചടയ്ക്കാൻ കഴിയാത്ത പാവങ്ങളുടെ ഭൂമിയും വീടും സ്വന്തമാക്കി അവരെ വഴിയാധാരമാക്കുന്ന സംഭവങ്ങൾ പെരുകിയപ്പോൾ രമേശിന്റെ ഓപ്പറേഷൻ കുബേരയാണ് പാവപ്പെട്ടവർക്ക് അന്ന് തുണയായത്. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിൽ മുളപൊട്ടി കേരളത്തിനകത്തും പുറത്തും ശക്തമായ വേരോട്ടമുണ്ടാക്കിയ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഓപ്പറേഷൻ കുബേര തെല്ലൊന്നുമല്ല പൊല്ലാപ്പായത്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കരുതെന്ന് ആഗ്രഹിച്ച മറ്റൊരു വിഭാഗം കേരളത്തിലെ മദ്യ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളായിരുന്നു. ഏത് വിധേനയും രമേശിനെ തറപറ്റിക്കണമെന്ന ഉറച്ച തീരുമാനമെടുത്ത ഇവർ ഇരുകൂട്ടരും ചേർന്ന് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ശക്തമായ കരുനീക്കങ്ങൾ നടത്തുകയും ചെയ്തു. പ്രവാസി വ്യവസായികളിൽ നിന്നും കേരളത്തിലെ വൻകിടക്കാരിൽ നിന്നും രമേശിന് തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് ഫണ്ട് കിട്ടാതിരിക്കാൻ ക്രിസ്തീയ മാനേജ്മെന്റിന്റെ കീഴിലുള്ള പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങൾ ചരട് വലിച്ചതും പരസ്യമായ രഹസ്യമാണ്. തെരഞ്ഞെടുപ്പിന് 3 മാസങ്ങൾക്ക് മുമ്പേ രമേശിനെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കാനുള്ള തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ നിർദ്ദേശം നൽകിയ കാര്യവും ഇപ്പോൾ അങ്ങാടിപ്പാട്ടാണ്. ക്രിസ്തീയ സഭകളുടെ പിന്തുണ രമേശിന് ലഭിച്ചാൽ തനിക്ക് മുഖ്യമന്ത്രി കസേര നഷ്ടമാകുമെന്ന് ഭയന്ന VD സതീശൻ രാത്രിയിൽ സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലെത്തി തട്ടിൽ പിതാവുമായി കൂടിക്കാഴ്ച നടത്തി. രമേശിനെ മുഖ്യമന്ത്രി കസേരയിലെത്തിക്കാൻ ഹൈക്കമാൻഡ് നടത്തിയ നീക്കങ്ങൾക്ക് തടയിടാൻ മതന്യൂനപക്ഷ പാർട്ടിയായ മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉറപ്പിക്കാനും സതീശൻ മറന്നില്ല. രമേശ് അല്ലെങ്കിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവട്ടെ എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയതോടെ സതീശപക്ഷം അണികളെ തെരുവിലിറക്കി മുദ്രാവാക്യം വിളിപ്പിച്ചു. KC മുഖ്യമന്ത്രിയാവുന്നതിനോട് രമേശിന് എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ലെങ്കിലും സതീശനെ മുഖ്യമന്ത്രിയാക്കരുതെന്ന കടുത്ത നിലപാടായിരുന്നു രമേശിനും അനുയായികൾക്കും ഉണ്ടായിരുന്നത്. മുരളീധരൻ പോലും ചെന്നിത്തല മുഖ്യമന്ത്രിയാവാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള സകല സന്നാഹങ്ങളും അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകളും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സതീശൻ കണ്ടെത്തിയിരുന്നു. MLA അല്ലാത്ത KCയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഹൈക്കമാൻഡ് തീരുമാനത്തെ തെരുവിൽ തന്റെ അണികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച് തടയിടാൻ സതീശ അനുകൂലികളുടെ PR വർക്കിന് കഴിയുകയും ചെയ്തു. മുസ്ലിം ലീഗിന് സതീശനല്ലാതെ മറ്റൊരാൾ മുഖ്യമന്ത്രിയാവരുത് എന്ന കടുത്ത നിലപാടും ഉണ്ടായിരുന്നു. KC മുഖ്യമന്ത്രിയായാൽ കാലങ്ങളായി തങ്ങളുടെ കൈവശമിരിക്കുന്ന വകുപ്പുകൾ നഷ്ടപ്പെടുമെന്ന ഭയവും ലീഗിനെ അലട്ടിയിരുന്നു. ഘടകകക്ഷികളിൽപ്പെട്ടവരെയും കയ്യിലെടുത്ത് സതീശൻ നടത്തിയ നീക്കങ്ങൾ ഫലം കണ്ടതോടെ ഹൈക്കമാൻഡിനും ഒടുവിൽ സതീശൻ തന്നെ മുഖ്യമന്ത്രിയാവട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നു. കപ്പിനും ചുണ്ടിനുമിടയിൽ മുഖ്യമന്ത്രി പദം നഷ്ടമായ രമേശ് ചെന്നിത്തല ആഭ്യന്തര വിജിലൻസ് വകുപ്പുകളിൽ ഒതുങ്ങുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ NSSും SNDPയും പിന്തുണച്ചിട്ടും രമേശിന് മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞില്ല. അതിന് ഒരു പരിധിവരെ എന്നല്ല പൂർണ്ണമായും കാരണക്കാരായത് കേരളത്തിലെ വമ്പൻ ധനകാര്യ സ്ഥാപനങ്ങളും ചില ക്രിസ്തീയ സഭകളുമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. A to Z ന്യൂസ് മലയാളം 24.